ഹായ്, സനറ്റ്സ് റീസണിംഗ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൽഫബറ്റിന്റെ ഫൈനൽ പോർഷൻസ്, അതായത് നമ്പറിന്റെ പ്ലേസ് വാല്യൂ മനസ്സിലാക്കാനുള്ള ട്രിക്സിന്റെ ടിപ്സിന്റെ ഫൈനൽ പോർഷനിലാണ് അല്ലെങ്കിൽ ഫൈനൽ പോർഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, അപ്പൊ പോയ ക്ലാസ്സുകളിൽ നമ്മൾ 1 മുതൽ 20 വരെ അല്ലെങ്കിൽ എ മുതൽ ടി വരെയുള്ള ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സുകൾ കാണാത്ത അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്ത ആൾക്കാർ നമ്മുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ ഇത് ഫൈനൽ പോർഷൻ ആണ്. 21 മുതൽ 26 വരെയുള്ള, അതിനകത്ത് 25th ലെറ്റർ ഇജോട്ടിയിൽ വൈ ആണ്, പിന്നെ 26 ലെറ്റർ ഇസഡ് ആണ്. അത് വലിയൊരു സീനുള്ള കാര്യമല്ല. 21 മുതൽ 24 വരെയുള്ള, അതായത് യു വി ഡബ്ല്യു എക്സ് വരെയുള്ള 4 ലെറ്റേഴ്സ് ആണ് മെയിൻലി നമുക്ക് ഓർത്ത് വെക്കാനുണ്ടാവുക. ബാക്കി 25th ലെറ്റർ ഓൾറെഡി ഇജോട്ടിയിൽ 5 മൾട്ടിപ്ലോ ആയിട്ട് വരുന്ന ലെറ്റർ ഇജോട്ടിയിൽ നമ്മൾ ഓർക്കും. പിന്നെ അവസാനത്തെ ലെറ്റർ 26 ആണെന്നും നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ആൽഫബറ്റ് പാർട്ട് 3. ഓക്കെ, ആൽഫബറ്റ് പാർട്ട് 3. അപ്പോ നിങ്ങൾക്ക് അതായത് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിലേക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്താണോ അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇനി 21st ലെറ്റർ എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, 21st ലെറ്റർ, 21ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം? ഒരു 3 തരത്തിൽ ഞാനിത് പറയാം. അതായത് ഒന്ന് അണ്ടർ 21 എന്ന് ഓർക്കാം. ഓക്കെ, അണ്ടർ 21, അണ്ടറിന്റെ ആദ്യത്തെ ലെറ്റർ യു അല്ലേ, അണ്ടർ 21 നമ്മളെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എക്സാംസ്, സിവിൽ സർവീസ് പോലുള്ള എക്സാംസിനൊക്കെ മിനിമം ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. ഓക്കെ, 21. അപ്പൊ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള പരീക്ഷകൾ നമുക്ക് എഴുതണമെങ്കിൽ മിനിമം എത്ര വയസ്സ് വേണം? 21 വയസ്സ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ 21 നമുക്ക്, അതായത് ഒന്ന് ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ മാരേജ് ആക്ട് ഒക്കെ പ്രകാരം നമ്മൾ ജെൻസ് ഒക്കെ അതായത് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം എത്ര വയസ്സ് വേണം? നമുക്ക് 21 വയസ്സ് വേണം. ഓക്കെ, അപ്പൊ 21 വയസ്സിനകത്ത്, ഓക്കെ, അണ്ടർ 21 അല്ലെങ്കിൽ 21 വയസ്സായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ 21 വയസ്സ് താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും സാധ്യമല്ല എന്ന് ഓർക്കാം. ഓക്കെ, അണ്ടർ 21. ഓക്കെ, അപ്പൊ 21 വയസ്സിന് താഴെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്തല്ല, സാധ്യമല്ല എന്നുള്ളത് ഓർക്കാം. ഓക്കെ, അപ്പൊ അണ്ടർ 21 ഓർക്കാം. അണ്ടറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? യു ആണ്. ഓക്കെ, അപ്പൊ അണ്ടർ 21 നമ്മൾ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ജോബ് നമുക്ക്, അതിനു വേണ്ടിയുള്ള എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. പിന്നെ ജെൻസ് ആണെങ്കിൽ, മെയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാരേജ് കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർക്കാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മൾ യു എസ് എ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഷൻ ആണ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഈ ടോട്ടൽ ലെറ്റേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 21 ആണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുള്ളത് നിങ്ങൾ ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിൽ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ലെറ്റേഴ്സ് നിങ്ങൾ കൗണ്ട് ചെയ്താൽ ആ ലെറ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. ഓക്കെ, ഇങ്ങനെ 2 തരത്തിൽ നിങ്ങൾക്ക് ഓർക്കാം. ഓക്കെ, ഇനി ഇതല്ല, മൂന്നാമത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ ടി എത്രയാണ്? 20 ആണ്. ഇജോട്ടി പ്രകാരം ടി 20 ആണ്. അങ്ങനെയാണ് യു എത്രയായിരിക്കും? 21 ആയിരിക്കും. ഓക്കെ, അപ്പൊ ടി 20 ആയതുകൊണ്ട് യു എത്രയായിരിക്കും? 21 ആയിരിക്കും. അങ്ങനെ ഓർക്കാം. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അണ്ടർ 21 ഓർക്കാം. ഓക്കെ, 21 വയസ്സിന് താഴെ ഇതൊന്നും പാടില്ല. അപ്പൊ അണ്ടറിന്റെ ആദ്യത്തെ ലെറ്റർ എന്താ? യു. ഇനി അടുത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നിങ്ങൾ എഴുതി കഴിഞ്ഞ ടോട്ടൽ ലെറ്റേഴ്സിന്റെ എണ്ണം എത്രയാണ്? 21. ഇനി മൂന്നാമത്തെ എന്താണ്? ടി 20 ആണെങ്കിൽ യു എത്രയാണ്? യു 21. അത് ഇജോട്ടി പ്രകാരം ഓൾറെഡി നമുക്ക് അറിയുന്ന കേസാണ്. ഓക്കെ, ദെൻ അടുത്തത് വി, 22ാമത്തെ ലെറ്റർ വി. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പേരാണ് വി ഫോർ വിക്ടറി. ഓക്കെ, വി ഫോർ വിക്ടറി. 2 കൈവിരൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? വി ഫോർ വിക്ടറി എന്നുള്ളത്. ഓക്കെ, ഇമേജിൽ കാണാം. ഓക്കെ, 2 വിരൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട്, ഇത് നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ 2 വിരലുകൾ ഇങ്ങനെ ഉയർത്തി കാണിച്ച് നമ്മൾ പറയും വി ഫോർ വിക്ടറി. ആ 2 നിങ്ങൾ 22 ആണെന്ന് ഓർക്കാം. ഓക്കെ, ആ 2 നിങ്ങൾ എന്ത് ഓർക്കാം? 22 എന്ന് ഓർക്കാം. ഓക്കെ, 2 വിരലുകൾ ഉയർത്തുന്നുള്ളൂ, അത് നിങ്ങൾ വെറും 2 അല്ല, 22 ആണെന്ന് ഓർക്കുക. അപ്പൊ വി ഫോർ വിക്ടറി ദാറ്റ് ഈസ് 22. ഓക്കെ, വി ഫോർ വിക്ടറി ദാറ്റ് ഈസ് 22. ഓക്കെ, അപ്പോ
ഇതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. V for victory, that is 22. ഓക്കെ, അപ്പൊ 22ാമത്തെ ലെറ്റർ ഏതാണ്? 22ാമത്തെ ലെറ്റർ V for victory, that is 22. ഈ വിരൽ ഉയർത്തി കാണിക്കുന്നത് മൈൻഡിൽ ഉണ്ടാവണേ. ഓക്കെ, ഇനി നമ്മളുടെ ഞാൻ പോയ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന എയിം PRTC ഇപ്പോ അവര് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ബാച്ചുകളെ കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോ എയിം PRTCന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരിട്ടിയിലാണ്. ലൊക്കേഷനും അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പർ എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഏതൊക്കെ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇത് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അവരെന്ന് വെച്ചാൽ ഡിഫൻസിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ SSC GD, പിന്നെ അതുപോലെ SSCയിൽ തന്നെ MTS, പിന്നെ ഹവിൽദാറിന്റെ പോസ്റ്റ്, അതേപോലെ എയർഫോഴ്സ്, ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് ഇപ്പോഴും അവര് അഡ്മിഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 15 ക്ലാസ്സുകൾ തുടങ്ങും എന്നാണ് ആഡിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് വരുന്ന അഡ്മിഷൻസ് കൂടുതലായതുകൊണ്ട്, ഓക്കെ, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ചേരാനുള്ള കുട്ടികളുടെ ആ ഒരു എൻക്വയറി കോളുകൾ കൂടുതലായതുകൊണ്ട് 15-നെല്ലാം വൈൻഡപ്പ് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് എൻക്വയറീസ് അധികം ആയതുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും രണ്ടും തന്നെ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ദൂരെയുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഓഫ്ലൈൻ പഠിക്കണം, ഓൺലൈൻ പഠിക്കാൻ പറ്റത്തില്ല, ഓഫ്ലൈൻ പഠിക്കണം, പക്ഷെ വളരെ ദൂരെയാണ്, കണ്ണൂർ ഇരിട്ടി പോയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവര് നിങ്ങൾക്ക് അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി അതല്ല, ഓൺലൈൻ ആണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി അതല്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് കൊടുത്തേക്കാം. ഓക്കെ, ദെൻ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അടുത്ത ലെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് W. ഓക്കെ, അടുത്ത ലെറ്റർ ഏതാണ്? W ആണ്. ഓക്കെ, W നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3ന്റെ ലുക്കുള്ള ലെറ്റർ ആണ്. W എന്ന് പറയുന്നത് 3ന്റെ ലുക്കുള്ള ലെറ്റർ ആണ്. ഓക്കെ, അപ്പോ അതായത് W നെ നമ്മൾ ഇങ്ങനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 3, ദാറ്റ് ഈസ് 23 ആണെന്ന് ഓർക്കുക. ഓക്കെ, 23ാമത്തെ ലെറ്റർ W നെ നമ്മൾ തിരിച്ചെഴുതുന്നു. തിരിച്ചെഴുതുമ്പോൾ ലുക്ക് ഏതാ വരുന്നത്? 3 വരും. അപ്പൊ വെറും 3 അല്ല, അത് 23 ആണെന്ന് ഓർക്കുക. ഓക്കെ, W ഏതാണ്? എത്രയാണ്? 23. ഓക്കെ, W നെ നമ്മൾ തിരിച്ചെഴുതിയ 3 ആണ്. 3, ദാറ്റ് ഈസ് 23 ആണെന്ന് ഓർക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. W ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 3ന്റെ മോഡലാണ്, ദെൻ 23 ആണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെറ്ററിലേക്ക് നമ്മൾ കടന്നാല് X. ഓക്കെ, X 24 ആണ്. ഓർത്ത് വെക്കാൻ വളരെ സിമ്പിൾ ആണ്. 4 ഡയറക്ഷൻസ്. ഓക്കെ, 4 ഡയറക്ഷനിലേക്ക് 1 2 3 4 4 ഡയറക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ 4 ലെഗ്സ് വരുന്ന ലെറ്റർ ആണ്. 4 പാർട്ടായിട്ട് 4 ലെഗ്സ് വരുന്ന ലെറ്റർ ആണ് X എന്ന് പറയുന്നത്. ദെൻ 24. ഓക്കെ, ദെൻ 24. ഓക്കെ, അപ്പോ Xന് 4 സൈഡ്, ഓക്കെ, അല്ലെങ്കിൽ 4 പാർട്ട് ഉണ്ട് Xന്. അപ്പൊ അതിന് 1 2 3 4 എന്ന് ഓർക്കുക. ഓക്കെ, ദാറ്റ് ഈസ് 24. ഇനി ഇതല്ല, ഈ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. Y എത്രയാണ്? Y 25 ആണെന്ന് അറിയാം. ജോട്ടി പ്രകാരം Y 25 ആണെന്ന് അറിയാം. അപ്പൊ XY അല്ലേ, ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ, XY എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്ന് കുറച്ചാലും മതി. അപ്പൊ അങ്ങനെയും ഈ ജോട്ടി പ്രകാരവും നമുക്ക് പറയാം. ഓക്കെ, അപ്പോ Xന് 4 പാർട്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് 24 ആണെന്ന് പറയാം. അല്ലെങ്കിൽ Y 25 ആയതുകൊണ്ട് ഒരു ലെറ്റർ ഇങ്ങ് കുറയ്ക്കുക, ദാറ്റ് ഈസ് 24. ഓക്കെ, അപ്പോ നമ്മൾ 25 വരെയുള്ള ലെറ്റേഴ്സ്, ഓക്കെ, 25 വരെയുള്ള ലെറ്റേഴ്സ് ഏകദേശം നമ്മൾ നോക്കി. Y ആണ് 25th ലെറ്റർ. 25th ലെറ്റർ അത് ഈ ജോട്ടിയിലുണ്ട്. ഓൾറെഡി നമുക്കറിയാം EJOTY. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ലെറ്റേഴ്സിന്റെ പൊസിഷൻ നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ആണെങ്കിൽ Z ആണെന്ന് പറയാം. ഓക്കെ, 26ാമത്തെ ലെറ്റർ Z ആണെന്നും നമുക്കറിയാം. അപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയായിരുന്നു? U21. ഓക്കെ, U21 സ്ലൈഡിലേക്കൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് പിറകോട്ട് പോവാം. ഓക്കെ, U21 21st ലെറ്റർ U,
അണ്ടർ 21 എന്ന് ഓർക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അണ്ടർ 21 എന്ന് ഓർക്കുക. അണ്ടറിന്റെ ആദ്യത്തെ ലെറ്റർ എന്താണ്? യു ആണെന്ന് ഓർക്കുക. ഓക്കെ, യു 21. ഇനി അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? നമ്മള് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് എഴുതിയ ടോട്ടൽ ലെറ്റേഴ്സിന്റെ എണ്ണം 21 എന്നാണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ടി 20 ആണെങ്കിൽ യു 21 ആണ്, അങ്ങനെ ഓർക്കുക. ഇനി വി ഫോർ വിക്ടറി. ഓക്കെ, ഈ വിരലുകൾ ഓർക്കുക. അപ്പൊ 22, രണ്ട് വിരലുകളാണ് ഉയർത്തുന്നത്, വെറും രണ്ടല്ല, അത് 22 ആണെന്ന് ഓർക്കുക. ഓക്കെ, വെറും രണ്ടല്ല, അത് 22 ആണെന്ന് ഓർക്കുക. വി ഫോർ വിക്ടറി. ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഡബ്ല്യുവിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമ്മൾ 3 ആണെന്ന് ഓർക്കുക. ഓക്കെ, ഡബ്ല്യുവിനെ തിരിച്ചെഴുതി നമുക്ക് എങ്ങനെ എഴുതാം? 3 എന്ന് എഴുതാം, 23. ഓക്കെ, ഡബ്ല്യുവിനെ തിരിച്ചെഴുതിയ 3 എന്ന് എഴുതാം, 23. പിന്നെ എക്സിന് 4 പാർട്ടുകളാണുള്ളത്, വെറും 4 അല്ല, 24 ആണ്, അല്ല 24 ആണെന്നുള്ള ഓർക്കുക. ഓക്കെ, പിന്നെ ഇജോട്ടിയില് 25th ലെറ്റർ വൈ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം. ഓക്കെ, ഇജോട്ടി പ്രകാരം നമുക്കറിയാം. ലാസ്റ്റ് ലെറ്റർ ഇസഡ് ആണെന്നുള്ളതും 26ാമത്തെ ലെറ്റർ ഇസഡ് ആണെന്നുള്ളതും നമുക്ക് അറിയാം. ഓക്കെ, അപ്പോ ഇതോടുകൂടി നമ്മൾ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ ലെറ്റേഴ്സിന്റെയും പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ പൊസിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ആൽഫബറ്റിന്റെ ഈ പ്ലേസ് വാല്യൂ ഓർത്ത് വെക്കാനുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിന്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ്, അതിൽ പ്രോബ്ലം ചെയ്തുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞാൽ ഇതിന്റെ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.